കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം 7:15 സംഭവമുണ്ടായത്. പാണ്ടിക്കാട് GHSSലെ +2 വിദ്യാർത്ഥിയും പാണ്ടിക്കാട് പനമ്പറ്റ സ്വദേശിയുമായ അൻഷിദ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഐനിക്കോട്ടെ ചായക്കടയിലേക്ക് പോയത്. കടയ്ക്ക് മുൻപിൽ കാർ നിർത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ചേർന്ന് ഇയാളെ ആക്രമിക്കുകയായിരുന്നു. കല്ലുകൊണ്ടും ജാക്കി ലിവറും ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്ന് അൻഷിദ് പറയുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന അൻഷിദിന്റെ സഹോദരനും ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. കാറിൽ കയറി വാതിലടച്ചതോടെ പുറകിലെ ഡിക്കി തുറന്ന് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. ഈ സമയത്ത് അതുവഴി പോയ ബന്ധുക്കൾ ഇത് കണ്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു. ആദ്യം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. തലയിലും പുറത്തും കാലിലും മുറിവുകളുണ്ട്. വലതു കൈ പൂർണ്ണമായും ഒടിഞ്ഞിട്ടുണ്ട്. പുറത്ത് നീളത്തിൽ മുറിവേൽപ്പിച്ച പാടുകളുമുണ്ട്. മർദ്ദിച്ച സംഘത്തിൽ ഒരാൾ 10ാം ക്ലാസ്സിൽ അൻഷിദിനൊപ്പം ഒരുമിച്ച് പഠിച്ചയാളാണ്. അന്ന് സ്കൂളിൽ ഉണ്ടായ പ്രശ്നത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമായതെന്നാണ് കരുതുന്നത്. പരിക്ക് കാരണം അൻഷിദിന് ഓണപരീക്ഷ എഴുതാനും സാധിച്ചില്ല. സംഭവം മാനസികമായി തളർത്തിയതായി അൻഷിദിന്റെ പിതാവ് തെച്ചിയോടൻ മുഹമ്മദ് പറഞ്ഞു. പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞങ്ങള് ചെങ്ങൈമാരെല്ലാരും പാടെ കൂടി കഴിഞ്ഞ ഞായറാഴ്ച ചായ കുടിച്ചാൻ പോയതാണ്. അതില് ഒരു സംഘം വന്നാണ്ട് അവര് 6 ആളൊക്കെ ഉണ്ടാവും. ഒരു വന്നാണ്ട് അടി തുടങ്ങി. അടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ നടന്ന പ്രശ്നമാണ്. അതില് ജാക്കി ലിവർ കൊണ്ടും പിന്നെ കല്ല് ചാവി കുറെ സാധനം കൊണ്ടൊക്കെ കുത്തിയാണ്ട് അടിച്ചു. മൂത്തൊക്കെ തലയിൽ കൂടെ ആകെ അടിച്ചിരുന്നു. ഒരു കല്ലുകൊണ്ട് പുറകാകെ മുറിയായി. തല്ല് കഴിഞ്ഞ അവിടെ ആരും പിടിച്ചേക്കാൻ നിന്നിട്ടൊന്നുമില്ല. തല്ല് കഴിഞ്ഞാൽ മനസ്സിലായത് 10ാം ക്ലാസ്സിൽ എന്തോ പ്രശ്നം ഉണ്ടായി. അതിന്റെ ഇതിലാണ് ഓല് വന്നത്. അത് ഞങ്ങള് പെട്ടെന്ന് എല്ലാരും പാടെ വന്നപ്പോ കാറിൽ കയറിയാണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കാണ് പെട്ടെന്ന്. ഇന്നലെ ഞായറാഴ്ച സംഭവിച്ചത് വളരെയേറെ ദയനീയമായ ഒരു സ്ഥിതിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുന്നത്. അതായത് ഇവര് സാധാരണ ഇവിടുത്തെ കുട്ടികൾ ഇവരെ കൂട്ടത്തിൽ 5 വയസ്സായ കുട്ടികളും 6 വയസ്സായ കുട്ടികളൊക്കെ ഉണ്ട്. ചായ കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ ഇന്ന് അവിടുന്ന് ഒരു 7:15 വിളിച്ചു. കുട്ടീനെ ആകെ അടിച്ച് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ നേരെ അവരെ ആശുപത്രിയിൽ നിയോൽക്ക് കൊണ്ടുപോയിക്കൊടിന്നാണ്. ഞാൻ അവിടുന്ന് ഒരു വണ്ടി എടുത്ത് നിയോൽ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ പുറമൊക്കെ ആകെ വികൃതമാക്കിയിട്ടുണ്ട്. തലക്ക് മുറിവുണ്ട്. കയ്യിന് പൊട്ടി. എക്സ്റേ എടുത്തപ്പോൾ കയ്യിന് പൊട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് ഹോസ്പിറ്റലുകാർ പറഞ്ഞു നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ പോയിക്കോളി, തലക്ക് പ്രശ്നമുള്ളതുകൊണ്ട്. അവിടെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി CT സ്കാനൊക്കെ ചെയ്ത് അവിടുന്ന് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ പോകുന്നത്. വളരെ മൃഗീയമായി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഒരു 10-50 ആൾക്കാർ കൂടി നിന്നത് കാണുകയാണ്. ചെയ്തത് 6 ആളാണെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഈ പ്രായപൂർത്തിയാകാത്ത 17 വയസ്സായ കുട്ടിനെ വളരെ മൃഗീയമായ രൂപത്തിലാണ് ആക്രമിച്ചത്. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.